അൽത്താഫ് അലി നായകനായിട്ട് അതേപോലെ അനാർക്കലി നായികയെ അഭിനയിച്ച മന്ദാകിനി എന്ന ഫിലിം ഞങ്ങൾ പോയി കണ്ടു. അറിയാം കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ പോയി കണ്ടേക്കുന്നത്. കാരണം റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ അത്യാവശ്യം നല്ല മൂവിയാണ്, ചിരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഫാമിലി ആയിട്ട് പോവാം എന്നുള്ള രീതിയിൽ ഫാമിലി ആയിട്ട് പോയപ്പോൾ കുറച്ച് ലേറ്റ് ആയി. പക്ഷെ മൂവി കണ്ടു. രണ്ടുപേരും, അതായത് ഇപ്പൊ പറഞ്ഞ പോലെ അൽത്താഫ് ആണെങ്കിലും ഒരു ലീഡിങ് റോൾ ചെയ്യുന്നത് മൂവിയിൽ ആദ്യമായിട്ടാണ്. അതുപോലെ അനാർക്കലി നായികയായിട്ട് വരുന്ന ഒരു ഫസ്റ്റ് മൂവിയാണ്. അപ്പൊ ആ മൂവി എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായി. പടം പോയി കണ്ടു. കുറെ പേര് പറഞ്ഞു ഭയങ്കരമായിട്ട് ചിരിക്കാനുണ്ട്. പിന്നെ നമുക്ക് ആൾക്കാർ പറയുമ്പോൾ ചിരിക്കാനുണ്ടെന്ന് ഭയങ്കരമായിട്ട് നമുക്ക് തോന്നുമായിരുന്നു. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൽത്താഫ് അലിയുടെ സൗണ്ട് വളരെ ഒരു പ്രത്യേകതരം സൗണ്ടാണ്. അപ്പൊ ആ ഒരു സൗണ്ടിൽ പുള്ളി അത്യാവശ്യം എന്ത് സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ചിരിക്കാനുള്ള ഒരു രീതിയിലേക്ക് അത് വരും എന്നുള്ളൊരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ടീസർ ആണെങ്കിലും ട്രെയിലറൊക്കെ കണ്ടപ്പോഴാണെങ്കിലും ആ ഒരു വാർത്താനത്തിന്റെ രീതി കണ്ടപ്പോ അത്യാവശ്യം നല്ല മൂവിയാണ്. പിന്നെ ആൾക്കാർ നല്ല ഫീഡ്ബാക്ക് ആണ് പറഞ്ഞു കേട്ടത്. അങ്ങനെയാണ് മൂവി പോയി കണ്ടത്. പക്ഷേ മൂവിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ഓക്കെ മൂവി, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതില് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കാനോ അങ്ങനെയൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ചിരിക്കാനുണ്ട്, എന്നാലും അത് കുറെ പേർക്ക് കണക്ട് ആവും, കുറെ പേർക്ക് കണക്ട് ആവില്ല. ഉള്ളത് തുറന്നു പറയണമെങ്കിൽ എനിക്ക് അങ്ങനെ വലുതായിട്ട് ചിരി വന്നില്ല. അതാണ് മെയിൻ ആയിട്ട് ഞാൻ ഇത് പറയാൻ കാര്യം. ഇതൊരു മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവി ഒന്നും അല്ല. OTT വരുമ്പോഴും കണ്ടാൽ ഓക്കെയാണ്. കാരണം എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം എന്താന്ന് വെച്ചാല് അതിനുള്ള തിയേറ്ററിൽ പോയി കണ്ട് പൊട്ടിച്ചിരിക്കുക ആ ഒരു രീതിയിലോട്ടൊന്നും എനിക്ക് തോന്നിയില്ല മൂവി ഉണ്ടെന്ന്. പിന്നെ ഒരു ഓക്കെ മൂവി, അതായത് ചുമ്മാ ഫാമിലി ആയിട്ടൊക്കെ പോയി കണ്ട് ഇരിക്കാം. പിന്നെന്താന്ന് വെച്ചാൽ പടത്തിന്റെ പേര് മന്ദാകിനി എന്നുള്ളത് കൊണ്ടാണോ, ഞാൻ ആദ്യമേ മന്ദാകിനി എന്ന് പടത്തിന്റെ പോസ്റ്ററൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇനി ആ പെണ്ണിന്റെ പേര് മന്ദാകിനി എന്നായിരിക്കും. ശരിക്കും ആ പെണ്ണിന്റെ പേര് അമ്പിളി എന്നാണ് ക്യാരക്ടർ റോള്. പിന്നെയാണ് സംഭവം മനസ്സിലായത്, പടം കണ്ടപ്പോഴാണ് മനസ്സിലായത്. മമ്മിക്ക് മനസ്സിലായോ മന്ദാകിനി എന്ന് പേര് വന്ന എന്താണ് മനസ്സിലായ ഒരു മന്നത പോലെയാണ് ആ പടം. അന്ന് അതല്ല, മന്ദാകിനി എന്ന് പറയുന്നത് അതില് ഒരു കുപ്പി, 2 കുപ്പി ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡായിട്ട് UK കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ആ ഒരു കുപ്പി ശരിക്കും മന്ദാകിനി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ പിന്നീടാണ് എനിക്കത് കണക്ട് ആയത്. മന്ദാകിനി എന്ന് പറയുന്ന ആ കുപ്പിയുടെ ബ്രാൻഡിന്റെ ഇതാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ പടത്തില് മുഴുനീളെ വെള്ളോടിയാണ്. അതായത് അനങ്ങുന്നതിനും പിടിക്കുന്നതിനും ഫുള്ള് വെള്ളോടി. ചെറിയൊരു മൂവിയാണ്. പിന്നെ മൂവിയിൽ എടുത്തു പറയാനായിട്ട് എന്താ ഉള്ളതെന്ന് വെച്ചാല് ഒരു കല്യാണം, ഒരു പേരിനൊരു കല്യാണം, അതിനെ കണക്ട് ചെയ്തിട്ടുള്ള വെള്ളോടിയും അതിനെ പറ്റിയുള്ള ചർച്ചകളും അതിനെ പറ്റിയുള്ള ഓട്ടങ്ങളും ഒരമ്മയായിട്ട് വണ്ടി ഒരു അമ്മയായിട്ട്, അതായത് നമ്മുടെ ഇപ്പൊ ഈ അൽത്താഫ് അലീമിന്റെ അമ്മയായിട്ട് അഭിനയിച്ച ഒരു പെണ്ണുണ്ട്. പക്ഷെ അത് നല്ല അടിപൊളിയാണ്. ആ പെണ്ണ് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അമ്മ റോള് കൈകാര്യം ചെയ്യാനുള്ള ഒരു തോന്നില്ല. നമുക്കൊരു ചെറുപ്പക്കാരിയായിട്ടാ ഫീൽ ചെയ്തത്. കാരണം അമ്മയായിട്ട് എന്ന് പറയുമ്പോ ഇത്രയും വലിയൊരു മകന്റെ 2 മക്കളുണ്ട്. ഓക്കെ, 2 വലിയ മക്കളുടെ അമ്മയാണ്. പക്ഷെ അമ്മ റോളായിട്ടല്ല, അവര് ഭയങ്കര തന്റെ ഇടമുള്ള അമ്മ. ഇപ്പൊ നമ്മുടെ നമ്മുടെ ഈ പറഞ്ഞ ടെർബോയിലും മമ്മൂട്ടിയുടെ അമ്മയായിട്ടുണ്ടായിരുന്നു ബിന്ദു പണിക്കർ. പക്ഷെ അതും നല്ല എന്താ പറയാ ഭയങ്കര സ്റ്റേൺ ആയിട്ടുള്ള ഒരു റോളായിരുന്നു. അതേപോലെ തന്നെയുള്ള ഒരു റോളാണ് ഇത്. പക്ഷെ പുള്ളിക്കാരത്തിന് നമുക്ക് ഭയങ്കര ഒരു ചെറുപ്പ ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ പടത്തിൽ പ്രിയ വാര്യർ ഉണ്ട്. ചെറിയ റോളാണ്, ഗസ്റ്റ് റോളാണ്. അതേപോലെ തന്നെ ഗണപതി ഉണ്ട്. അത്യാവശ്യം നല്ലൊരു റോളാണ് ഗണപതി കാഴ്ചവെച്ചേക്കുന്നത്. പിന്നെ ഈ പടത്തിൽ എടുത്തു പറയാനായിട്ടുള്ളത് അളിയൻ റോള്, അതായത് നമ്മുടെ അൽത്താഫ് സലീമിന്റെ അളിയനായിട്ട് അഭിനയിച്ചേക്കുന്ന ഒരു പുള്ളിയുണ്ട്. നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിലെ അളിയൻ റോളായിരുന്നു ഹിറ്റായത്. ഇതിലും അളിയൻ റോള് ചെയ്തേക്കുന്നത്. പുള്ളിയുടെ പേര് ഞാൻ തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല. പുള്ളി നമ്മുടെ അങ്കമാലി ഡയറീസിലേക്കുള്ള അടിപൊളിയാട്ടോ. പുള്ളി സൂപ്പറാണ്. പുള്ളിക്ക് കിട്ടിയേക്കുന്ന റോളും പുള്ളി ചെയ്തു വെച്ചേക്കുന്ന കിഡുമാണ്. നല്ല രസമുണ്ട്. ശരിക്കും ആ ഒരു പടത്തില് ആ പുള്ളിയാണ് കുറച്ചുകൂടി അടിപൊളിയായിട്ട് നമ്മളെ കൊണ്ടുപോണത്. അടിപൊളി റോളാണ്. ഈ പടത്തിലൊരു ഗുണ്ടയാണെങ്കിലും ഗുണ്ട ഒരു കുടുംബ പ്രേക്ഷകർക്ക് മുമ്പിൽ നല്ല രീതിയിൽ വന്നു
ചെയ്തേക്കുന്നത്. പിന്നെ ഈ പടത്തില് ജൂഡ് ആന്റണി ഉണ്ട്. പുള്ളിയും ചെറിയൊരു റോള് വെച്ചിട്ടുണ്ട്, കാഴ്ച വെച്ചിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ മ്യൂസിക്കിനെ കുറിച്ച് പറയണം. മ്യൂസിക് അത്യാവശ്യം നല്ലതാണ്. അത്യാവശ്യം എല്ലാ പാട്ടും എല്ലാ മ്യൂസിക് അത്യാവശ്യം നല്ലതാണ് അല്ലെ? മ്യൂസിക് ഇഷ്ടപ്പെട്ട? പാട്ടുണ്ടായില്ല, നല്ല അടിപൊളി. മ്യൂസിക് ചെയ്തേക്കണം ബിബിൻ അശോകാണ്. അത്യാവശ്യം എല്ലാ മ്യൂസിക്കും എല്ലാം അത്യാവശ്യം നല്ലതാണ്. ഇതാണ് പടത്തിനെ കുറിച്ച് പറയാനുള്ളത്. പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഒരു ചെറിയൊരു മൂവി, അങ്ങനെ ഒത്തിരി ചിരിക്കാനായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മസ്റ്റ് തിയേറ്റർ വാച്ചബിൾ മൂവി ആയിട്ടും എനിക്ക് തോന്നിയില്ല. കുഴപ്പമില്ലാതെ ചുമ്മാ നേരം കളയാനായിട്ട് ഒരു ചെറിയൊരു മൂവി, അത്രേ ഉള്ളൂ അല്ലെ? മ്യൂസിക് ഇഷ്ടപ്പെട്ട? പാട്ടുണ്ടായില്ല, നല്ല അടിപൊളി. ചിരിച്ചോണ്ട് പറയാം, സങ്കടപ്പെട്ടി